ഇനി നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. മട്ടന്നൂരിൽ ഭക്ഷ്യവിഷബാധയെന്ന് പരാതി. കാര പുതിയടത്ത് മടപ്പുര ക്ഷേത്രത്തിലെ സദ്യ കഴിച്ച 300-ലധികം പേർ ചികിത്സ തേടി. പേരാവൂർ സ്വദേശിയായ വയോധികൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സംശയമുയർന്നിട്ടുണ്ട്. പൂവത്തും കണ്ടി സ്വദേശി വിജയനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇത്രയധികം പേർക്ക് ഭക്ഷ്യവിഷബാധ എന്ന് പറയുമ്പോൾ എന്താണതിന് കാരണം എന്നതിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ ഔദ്യോഗികമായി? എന്താണ് കാരണമെന്നുള്ളത് ഇതൊരിക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിലെ ഈ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനയ്ക്കായി ലാബിൽ അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 6-ാം തീയതി ഉച്ചയ്ക്കാണ് ഈ കാര പുതിയടത്ത് മടപ്പുരയിൽ അവിടുത്തെ സദ്യ, 2 ദിവസത്തെ ക്ഷേത്രോത്സവമായിരുന്നു. അവിടുത്തെ സദ്യ കഴിച്ച ആളുകൾക്കാണ് ഈ അസ്വസ്ഥത ഉണ്ടായത്. ഇത് പിറ്റേ ദിവസം ആണ് ഈ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായി ആളുകൾ ആശുപത്രിയിൽ എത്തി തുടങ്ങിയത്. അതായത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൂടുതൽ ആളുകൾ ആശുപത്രിയിൽ എത്തി തുടങ്ങിയത്. കൂടുതൽ പേർക്കും പനിയും ഛർദിയും വയറിളക്കവുമായിരുന്നു അനുഭവപ്പെട്ടത്. അങ്ങനെ ഈ വിജയനടക്കമുള്ളവർക്കും അനുഭവപ്പെട്ടത് ഇതേ സംശയങ്ങൾ തന്നെയായിരുന്നു. ഇതേ രോഗങ്ങളായിരുന്നു അനുഭവപ്പെട്ടത്. അതിനെ തുടർന്നായിരുന്നു പല ആശുപത്രികളിലായി ഇവരെത്തിയത്. മട്ടന്നൂരിലും കൂത്തുപറമ്പിലും അടക്കമുള്ള ആശുപത്രികളിൽ ഇവർ അഡ്മിറ്റായി. കണ്ണൂരിലെ AKG ആശുപത്രിയിലായിരുന്നു ഈ വിജയൻ എന്ന് പറയുന്ന മരിച്ച വിജയൻ. പേരാവൂർ സ്വദേശിയാണ്, 70 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ മറ്റ് അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഇന്നലെ രാവിലെ 8 മണിയോടെ മരിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ലഭിച്ചതിന് ശേഷം മാത്രമേ എന്താണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ കൂട്ടത്തോടെ ആളുകൾ ആശുപത്രിയിൽ എത്തിയത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണെന്നാണ് നിലവിൽ സംശയിക്കുന്നത്. മാത്രമല്ല ഈ എല്ലാവരും ഒരേ ഇടത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പേർക്ക് കൂടി കുറച്ച് ഗുരുതരാവസ്ഥയാണ്. അവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം തിരികെ വീട്ടിൽ പോയിട്ടുണ്ട്. ചിലരൊക്കെ ആശുപത്രിയിൽ എത്തിയതുമില്ല, വീട്ടിൽ തന്നെ സ്വയം ചികിത്സ നടത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആശുപത്രിയിൽ എത്തിയവരെ ഈ പരിചരിക്കാനായി കൂടുതൽ അവധിക്ക് പോയ ഡോക്ടർമാരെ അടക്കം വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇവർക്ക് ചികിത്സ നൽകിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. പച്ചടിയിൽ നിന്നൊക്കെ ഈ വിഷബാധ ഏറ്റു എന്നുള്ളൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിലെ വെള്ളം, ഇവർക്ക് കുടിക്കാൻ കൊടുത്ത കുടിവെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ ഏതിൽ നിന്നാണ് വിഷബാധ ഏറ്റത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.